നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം അലീനയുടെയും മനുഷ്യങ്ങളുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ ഒടുവിൽ മാമച്ചനെ വിളിച്ച രോഹിത് നിരപരാധിയാന്നുള്ള കാര്യങ്ങളൊക്കെ അലീനയും ബാലേന്ദ്രനും വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്യുന്നത്. ഈ സമയത്ത് അലീന പറഞ്ഞു, അല്ലച്ചാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതും കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും തോന്നുന്നുണ്ടോ? ബാലേന്ദ്രൻ പറഞ്ഞു, രോഹിത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? നിന്നെ അന്ന് രക്ഷിക്കാനായിട്ട് DYSP അല്ലേ വന്നത്. ഒരു പക്ഷേങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ, അല്ല അതിനിപ്പോൾ നമ്മൾ ഫോണിൽ കൂടെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്കിളിൻ്റെ അടുത്ത് പോയി അങ്കിളിനെ നേരിട്ട് കണ്ട് സംസാരിച്ചാലോ, കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ? അല്ലെങ്കിൽ നമുക്ക് അങ്കിളിനെ കൂട്ടിക്കിട്ട് നേരെ DYSPയെ കാണാൻ പോയാലോ എന്ന് ചോദിച്ചു. അത് ശരിയാ, അതാണെങ്കിൽ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്കും തോന്നേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ശരിക്കും ബോധ്യപ്പെടുത്താൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. അവരുടെ കസിനും കൂടെ അല്ലേ മാമച്ചൻ്റെ ഗ്രേസമ്മയുടെയൊക്കെ. അങ്ങനെയാണെങ്കിൽ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമായിരിക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. ബാലേന്ദ്രനും അതിനോട് താല്പര്യമായിരുന്നു. വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ രോഹിയെ പുറത്തിറക്കണം. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. ഈ സമയത്ത് മനുശങ്കർ വൈജയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെന്നപ്പോഴാണ് വൈജ കാര്യങ്ങൾ പറയുന്നത്. അതെ, ഞാനൊരു വാടക വീട് എടുത്തിട്ടുണ്ട്, അധികം വൈകാതെ ഞാൻ അങ്ങോട്ടേക്ക് മാറുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മനു ചോദിച്ചു, എന്താ ആൻറ്റി എന്താ പറയണമെന്ന് ചോദിച്ചു. വാടക വീടോ? വാടക വീട് എടുത്തിട്ടുണ്ടെങ്കിൽ ആൻറ്റിയെ നോക്കാൻ ആരാ ഉള്ളത്? ഞാനൊരു ഹോം നേഴ്സിനെ നിർത്തും. എന്താടാ, എനിക്ക് ഹോം നേഴ്സിനെ ഹോം നേഴ്സിനെ നിർത്തി സാലറി കൊടുക്കാനുള്ളതൊന്നും പറ്റില്ലെന്ന് ചോദിച്ചു. അല്ല ആൻറ്റി, അതിൻ്റെ ആവശ്യമുണ്ടോ? ആൻറ്റി ചെയ്യുന്നുണ്ടല്ലോ, ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. അല്ലെങ്കിൽ നീയൊക്കെ ആ ബാലേന്ദ്രൻ്റെ അലീനയുടെ ഭാഗത്തല്ലേ നിൽക്കുള്ളൂ. എപ്പോഴെങ്കിലും എന്നോടൊപ്പം നിന്നിട്ടുണ്ടോടാ? പറഞ്ഞിട്ട് കാര്യമില്ല, നിൻ്റെയൊക്കെ അച്ഛൻ്റെ പെങ്ങളാ ഞാൻ. പക്ഷേ നിനക്ക് സ്നേഹവും കൂറും അവരോടാന്ന് പറഞ്ഞു, ബാലേന്ദ്രനോടും അലീനയോടൊക്കെ. മനു പറഞ്ഞു, ഇനി ആൻറ്റിയോട് കൂടുതലൊന്നും ഞാൻ പറയണ്ടില്ല, ആൻറ്റിയുടെ ഇഷ്ടം എന്താണെന്ന് ചെയ്യുക. ഞാനായിട്ടൊരു കാര്യം പറയാം, ആൻറ്റി ഇപ്പോൾ എടുക്കുന്ന തീരുമാനം ഒട്ടും ശരിയായതല്ല. ആൻറ്റി കടപ്പാട്ട് വീട്ടിലേക്ക് തന്നെ തിരികെ പോകുന്നത് നല്ലത്. അല്ലെങ്കിലുണ്ടല്ലോ അതിൻ്റെ ദോഷം ആൻറ്റിക്ക് തന്നെയായിരിക്കും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അതെ, എനിക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാവില്ല, നീ കൂടുതലൊന്നും പറയണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ മനു വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വരുന്ന സമയത്ത് രാജീവൻ ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത്രയും ദിവസമായി, ഇനി തിരികെ പോകാതെ പറ്റില്ല. അപ്പോഴാണ് മനു അങ്ങോട്ട് വരുന്നത്. മനു വന്നിട്ട് ചോദിച്ചു, അല്ല ചെറിയച്ഛനിത് എങ്ങോട്ട് പോവാം? അതെ, എനിക്കിനി പോവണ്ടേ, നാളെ പോവാമെന്ന് കരുതി ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കുവാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം മനു പറഞ്ഞു, ചെറിയച്ഛ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. എന്താ? ആൻറ്റി ആണെങ്കിൽ പുതിയ വാടക വീട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. വാടക വീടോ? ഇത് കേട്ടോണ്ടാണ് കമല അങ്ങോട്ട് വരുന്നത്. അതെ, വൈജാൻറ്റി വാടക വീട് എടുത്തു, വാടക വീട്ടിലേക്ക് മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ഉദ്ദേശിച്ചിടത്തൊന്നും നിൽക്കത്തില്ല. അതുമാത്രമല്ല ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പണി പാളൂന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജീവിന് ദേഷ്യമായി. ഈ വൈജ ഇത് എന്തു ഭാവിച്ചാ? ആരെന്ത് പറഞ്ഞാലും അവളുടെ തലയിലേക്ക് കയറത്തില്ല, എന്ത് ചെയ്യാനാന്ന് പറ. അപ്പോഴേക്കും കമല പറഞ്ഞു, അല്ല ഈ 2 കാലം ഇല്ലാത്ത വൈജ സ്വന്തമായിട്ടൊരു വീടെടുത്തിട്ട് പോയിട്ട് അവിടെ എന്ത് ചെയ്യാനാ? ചിലപ്പം ആ ബബിതയൊക്കെ വിളിച്ചോണ്ട് പോകാനായിരിക്കും. പോയിട്ട് എന്താവാനാ? ബബിത നോക്കും തോന്നുന്നുണ്ടോ? അവളൊരിക്കലും നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾക്കാണെങ്കിൽ ഫോണിൽ കിള്ളാനായിട്ട് സമയം തികയത്തില്ല. എപ്പോഴും നോക്കിയാലും ഫോണിനകത്ത് തോണ്ടിക്കൊണ്ടിരിക്കും. എന്നിട്ടാണ് അവളിനിയിപ്പോൾ ആൻറ്റിയെ നോക്കാനായിട്ട് പോകുന്നത്. ഹോം നേഴ്സിനെ നിർത്തുമെന്നൊക്കെ പറയുന്നു. ആര് കണ്ടു? ഹോം നേഴ്സിനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ആര് നോക്കും? എപ്പോഴും 24 മണിക്കൂർ ഹോം നേഴ്സ് നോക്കുമോ? കടപ്പാട്ട് വീട്ടിലേക്ക് വരുവാണെങ്കിൽ അലീന നല്ല ഭംഗിക്ക് നോക്കിയാനെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം കമല പറഞ്ഞു, അതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ? അതിന് അവൾ വരുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഈ സമയത്താണ് ശിവശങ്കരൻ അങ്ങോട്ട് വരുന്നത്. ശിവശങ്കരനോടും മനു കാര്യങ്ങൾ പറയണം. അത് കേട്ടപ്പോൾ ശിവൻ പറഞ്ഞു, അവളുടെ തീരുമാനം എടുത്തടിച്ചുള്ള തീരുമാനമാണ് അവൾക്ക് വിനയായിട്ട് വരുന്നത്. അവൾ അവളുടെ കുഴി തന്നെ തോണ്ടുന്ന ലക്ഷണം കാണുന്നുണ്ട്. കമല പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാവരും വൈജയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ആ ഒരുത്തിയുണ്ടല്ലോ അവിടെ അലീന, അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റിയോ? ഇല്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ എല്ലാവരും കൂടെ അവളെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, പെണ്ണല്ലേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ കൂടുതൽ വൈജനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട. അറിയാലോ, എന്തേലും കാര്യമില്ല, ഞങ്ങളൊന്നും പറയില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ആ സമയത്ത് കമലോട്, എന്തിനാ ശിവേട്ട എന്നോട് ദേഷ്യപ്പെടുന്നേ? അലീന എന്ന് പറയുന്നൊരു മോളുള്ള കാര്യം ബാലേന്ദ്രൻ മറച്ചു വെച്ചില്ലേ? എന്നിട്ടോ ഇപ്പോൾ വൈജയെല്ലാം സഹിച്ചു ക്ഷമിച്ചു വീണ്ടും അങ്ങോട്ട് ചെല്ലണോ അല്ലേന്ന് ചോദിച്ചു. എടി, നിന്നോടാ പറഞ്ഞ് മിണ്ടാതിരിക്കാനായിട്ട് മനുഷ്യവിടെ ആകെപ്പാടെ തലപോഞ്ഞ് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഈ സമയത്ത് വൈജയോടൊരിത് ഹരീനെയൊക്കെ എങ്ങനെ പുറത്തിറക്കണമെന്ന് പോലും അറിയത്തില്ല. അതിൻ്റെ ടെൻഷനിലിരിക്കുമ്പോഴാണ് അടുത്ത നൂലാമാല പ്രശ്നങ്ങൾ. അവൾ കാരണം മനുഷ്യനൊരു സമാധാനമില്ല. അതെങ്ങനെയാ? പറഞ്ഞാൽ തലയിലേക്ക് കയറുന്നതിനോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. കമല പറഞ്ഞു, ഇതൊന്നും ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെയൊക്കെ നേരത്തെ നല്ല രീതിയിൽ വളർത്തണമായിരുന്നു പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് കുറേ ചീത്ത പറയുകയാണ്.
പിന്നീട് രാജീവൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് ചെയ്യുക, അവളെ ഒന്ന് പോയി കാണട്ടെ, കണ്ട് സംസാരിക്കാം, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്നൊക്കെ മനുഷ്യങ്ങനെ ഉറപ്പ് കൊടുത്തു. ഇതേ സമയത്ത് അലീനെ ബാലേന്ദ്രനും കൂടെ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. അലീന റെഡിയായിട്ട് വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾ അങ്ങോട്ട് വന്നു. കൃഷ്ണമോൾ വന്നിട്ട് ചോദിച്ചു, ചേച്ചി രോഹിത്തേട്ടനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ ചോദിച്ചു. അതെന്താ മോൾ അങ്ങനെ ഒരു അല്ല, അച്ഛന് നല്ല പ്രതീക്ഷയുണ്ട്. ഒരു പക്ഷേ DYSP വിചാരിച്ചിട്ടുണ്ടെങ്കിൽ രോഹിയേട്ടനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന്. അങ്ങനെയാണെങ്കിൽ പുറത്ത് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും അല്ലേന്ന് ചോദിച്ചു. മോളെ അതിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ പോകുന്നത്. അവൻ നിരപരാധിയാണെങ്കിൽ എന്നെക്കൊണ്ടോ അച്ഛനെക്കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും അത് ചെയ്തിരിക്കും. അവളെ ഞങ്ങൾ പുറത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. നീ സങ്കടപ്പെടുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഇല്ലേ ചേച്ചി, എന്നാലും രോഹിയേട്ടൻ വരുവാണെങ്കിൽ എല്ലാവരുടെയും വിഷമങ്ങളും വേദനകളും ഒക്കെ മാറില്ലായിരുന്നെന്ന് ചോദിച്ചു. സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ അങ്ങോട്ട് ഒന്ന് പോയാലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നേരെ മാമച്ചൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിക്ക് ഇറങ്ങി വന്നു. അലീനയെ കണ്ടുകഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നത്. രോഹിത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാമച്ചൻ പറഞ്ഞു, അല്ല ഇതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ സമയത്താണ് ബാലേന്ദ്രൻ പറയുന്നത്, നിങ്ങളുടെ ബന്ധുവല്ലേ ഈ പറയുന്ന DYSP, അങ്ങനെയാണെങ്കിൽ അവരോട് കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ DYSPയുടെ കാര്യങ്ങൾ സംസാരിക്കണം, അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. രോഹിയെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലെന്ന് ചോദിച്ചു. ഗ്രേസം പറഞ്ഞു, നല്ല കാര്യമാണ്, പക്ഷേ ഈ പറയുന്ന പെൺകുട്ടി മൊഴി മാറ്റിയാലോ? മാമച്ചൻ പറഞ്ഞു, അത് ശരിയാ, അവൾ അലീനയോട് അങ്ങനെ പറഞ്ഞാലും ഒരു പക്ഷേങ്കിൽ പോലീസുകാരെല്ലാം കൂടെ നിർബന്ധിച്ചല്ല പറയിപ്പിച്ചിരിക്കുന്നത്. ചിലപ്പോൾ അവളുടെ എല്ലാവരെയും ഭയന്ന് അവൾ ചിലപ്പം വീണ്ടും മൊഴി മാറ്റി പറയും. കാരണം താൻ അങ്ങനെ അലീനയോട് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ എന്ന് പറഞ്ഞു. അത് ശരിയാ, പക്ഷേങ്കിൽ ഇനിയിപ്പം അവൾ മൊഴി മാറ്റിയില്ലെങ്കിലോ? അത് കേട്ട് കഴിഞ്ഞപ്പം ഗ്രേസം പറഞ്ഞു, അതും നല്ലൊരു കാര്യം തന്നെയാണ്, പക്ഷെ നമുക്കതിനകത്ത് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അലീനയോട് ചോദിച്ചു, അല്ല അലീനയ്ക്ക് വിശ്വാസമുണ്ടോ അവൾ ഇങ്ങനെയൊക്കെ കോടതി ചെന്നേയും പറയൂന്ന്, രോഹിത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്? അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല ആൻറ്റി, കാരണം അവളുടെ കാര്യമാണ്, അവളുടെ മനസാക്ഷിക്ക് നിരക്കാത്തൊരു കാര്യം പറയില്ലെന്നാണ് എൻ്റെ വിചാരം. പക്ഷെ മറ്റുള്ളവർ നിർബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണല്ലോ ആദ്യം അവൾ രോഹിയുടെ പേര് പറഞ്ഞതുപോലും. പിന്നെ അവൾക്ക് വിഷമം ഉണ്ടായതുകൊണ്ടാണ് എന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് നിരപരാധിയായ ഒരാൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ലെന്ന് കരുതിയിട്ട് മാത്രം. അവസാനം മാമച്ചൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ. ഗ്രേസമ്മയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യടി, ആ ജോബിനെ ഒന്ന് വിളിക്കുക, ജോബിനെ വിളിച്ചിട്ട് ആ മീരയോടൊന്ന് സംസാരിച്ച് നോക്ക്. DYSP സാറിനെ കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണെങ്കിൽ അയാളെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്, നല്ല കാര്യമല്ലേന്ന് ചോദിച്ചു. അങ്ങനെ ഒടുവിൽ വിളിക്കുകയാണ്. വിളിച്ചിട്ട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ജോബിച്ചൻ പറഞ്ഞു, അല്ല ഈ കാര്യത്തിനല്ലേ മുമ്പ് നമ്മളെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്നൊക്കെ മാമച്ചനോടും ഗ്രേസമ്മയോടും ഒക്കെ ചോദിക്കുന്നുണ്ട്. അതെ, പക്ഷേ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവനെ പുറത്ത് കൊണ്ടുവരേണ്ട ജോബിച്ചെന്നൊക്കെ ഗ്രേസമ്മയും ചോദിക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ, ഞാൻ മീരയോടൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ മീരയോട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. മീരയ്ക്കും തോന്നി ഒരു പക്ഷേ ശരിയായിട്ടുള്ള കാര്യമാണെങ്കിൽ നിരപരാധിയായ ഒരാൾ ശിക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസ്സാര കാര്യമല്ലല്ലോ. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ സംഭവിച്ചുകൂടാ. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പം ചെയ്യണമെന്ന് മീരയ്ക്കും തോന്നി. അങ്ങനെ അവരൊക്കെ സഹായിക്കുന്നുണ്ട്. DYSPയുടെ കാര്യങ്ങളൊക്കെ ഒടുവിൽ തുറന്നു പറയുന്നുണ്ട്. ബാലേന്ദ്രനും അലീനയൊക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ, രോഹിത്തിനെ പുറത്തിറക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവരെല്ലാം ചേർന്ന് നടപ്പാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും രോഹിത്തിനെ ഒടുവിൽ പുറത്തിറക്കുക തന്നെ ചെയ്യും. അധികം വൈകാതെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. എന്നാലും ഈ ആഴ്ച തന്നെ അതുണ്ടാവും. അപ്പം ഇനി നെക്സ്റ്റ് വീക്ക് പ്രൊമോയ്ക്കകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു രോഹിത്ത് പുറത്ത് വരുന്നതൊക്കെ. എന്നാൽ വൈജയുടെ അഹങ്കാരത്തിന് നല്ല അടി കിട്ടുക തന്നെ ചെയ്യും. വൈജ വിചാരിച്ചുകൊണ്ടിരിക്കണേ, തനിക്കിപ്പോൾ പുതിയ വീടെടുത്ത് അങ്ങ് മാറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്വർഗ്ഗമാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ വൈജിക്കൊരു പട്ടിയുടെ വില പോലും കിട്ടത്തില്ല. ആരും നോക്കാനില്ലാതെ അവിടെ കിടന്ന് വിഷമിക്കുള്ളൂ എന്നുള്ള കാര്യം വൈജിക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.